മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ 178 വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർച്ച് 1 11 മണിക്ക് കൈമാറും. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 728 കുടുംബങ്ങളിലെ 2569 പേരെയാണ് താമസിപ്പിച്ചത്. എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, കുടിവെള്ളം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കി. അധികനാൾ ക്യാമ്പുകളിൽ തുടരുക പ്രയാസമായതുകൊണ്ട് സർക്കാർ പ്രാഥമിക പരിഗണന നൽകി വാടക വീട്, ക്വാർട്ടേഴ്സ് തുടങ്ങി സുരക്ഷിതമായ സ്വന്തം വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കുടുംബങ്ങൾക്ക് വാടക നൽകുന്നതിന് 6.16 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. സ്വത്ത്, സമ്പാദ്യം, വീട്, തൊഴിൽ എന്നിവ നഷ്ടപ്പെട്ടവർക്ക് ഉപജീവനത്തിനായി ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് മാസം 9,000 രൂപ വീതം 752 കുടുംബങ്ങൾക്കും ഒരു കുടുംബത്തിലെ 2 പേർക്ക് 18,000 രൂപ വീതം 507 കുടുംബങ്ങൾക്കുമായി 17.2 കോടി രൂപയും വിതരണം ചെയ്തു. സമാശ്വാസ ധനസഹായമായി 220 പേർക്ക് 13.2 കോടി രൂപയും അടിയന്തര ധനസഹായമായി 1036 പേർക്ക് 1.3 കോടി രൂപയും വിതരണം ചെയ്തു. ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട 21 കുട്ടികൾക്ക് 2.10 കോടി രൂപ സർക്കാർ അനുവദിച്ചു. 858 കുടുംബങ്ങൾക്ക് മാസം 1000 രൂപയുടെ ഭക്ഷ്യകൂപ്പൺ നൽകുന്നുണ്ട്. ദുരന്തബാധിതരെ ചേർത്തുപിടിക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ്. 178 കുടുംബങ്ങൾ മാർച്ച് 1 പുതിയ വീടുകളിലേക്ക് മാറും. പി. വി. ജോഷില, കൈരളി ന്യൂസ്, വയനാട്.